സംസ്ഥാനത്ത് SSLC +1 പരീക്ഷകൾക്ക് തുടക്കമായി. ജില്ലയിൽ 35,083 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് മതിലകം സെന്റ് ജോസഫ് സ്കൂളിലാണ്. 585 പേരാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. 8 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന കാട്ടൂർ GSS സ്കൂളിലാണ് ഏറ്റവും കുറവ്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ഗൾഫിലെ ഇന്നത്തെ SSLC പരീക്ഷ മാറ്റിയിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളും നടത്താനിരുന്ന ഹയർ സെക്കൻഡറി പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. മെയ് 3-ാം വാരത്തിനുള്ളിൽ SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം നടത്താനാണ് തീരുമാനം. ഹയർ സെക്കൻഡറി ഫലപ്രഖ്യാപനം മെയ് 22-ന് നടത്തും. SSLC ആദ്യ പരീക്ഷയായ മലയാളം എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. മോഡൽ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ മോഡൽ എക്സാമിനെക്കാട്ടും കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രിപ്പറേഷനൊക്കെ ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടെ എല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കണ പോലെ ആയിരുന്നില്ല. മോഡല് വളരെ മീൻസ് കെമിസ്ട്രിയും ഫിസിക്സ് അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ടല്ലോ, അതൊക്കെ അത്യാവശ്യം ടഫായിരുന്നു. മെയിൻ എക്സാം എങ്ങനെയാണെന്ന് അറിയില്ല. പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട്. ഇനിയിപ്പോ ഫിസിക്സ് ഇപ്പൊ ഇത് നല്ല സിമ്പിൾ ആയിരുന്നു. സംസ്കൃതമായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് മോഡൽ എക്സാമാണ് എളുപ്പമായിട്ട് തോന്നിയത്. ഇതും കുഴപ്പമുണ്ടായിരുന്നില്ല. A+ ഉണ്ടാവുമെന്ന് വിചാരിക്കും. നല്ല എളുപ്പമായിരുന്നു, നല്ല എളുപ്പമുള്ള പേപ്പറുകളായിരുന്നു. പഠിച്ചു തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള ടഫ് ആവാണ്ടിരുന്നാൽ മതി, പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. നല്ല പരീക്ഷയായിരുന്നു. ഇത് മോഡലിനെ വെച്ച് നോക്കുമ്പോൾ അതിനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റി. ടൈമൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടി എഴുതാൻ. അതേപോലെ തന്നെ ഇനിയുള്ള പരീക്ഷകൾ അങ്ങനെ എളുപ്പമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം കുറവുള്ളത് എന്ന് പറയുമ്പോൾ മാത്സിനാണ്. കഴിഞ്ഞതിനൊക്കെ ഒരാഴ്ച മാത്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് ഈ പ്രാവശ്യം മാത്സിന് അധികം ടൈം കുറവാണ്. എന്നാലും നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നല്ല എക്സാം ആയിരുന്നു. പഠിച്ചെന്ന് വെച്ചു, പക്ഷെ എല്ലാം ശരിയാണ്, ജയിക്കും. സിമ്പിളായിരുന്നു. എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റി, സമയം കിട്ടി. മോഡലിനേക്കാൾ എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതുവരെ വന്ന പോലത്തെ ടിപ്പണി തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എസ്സേ റൈറ്റിംഗ് ഒക്കെ വന്നത് മോഡലിനുള്ളതും ക്രിസ്മസിനുള്ളതൊക്കെ സെയിം ആയിരുന്നു. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. പ്രാക്ടീസ് ചെയ്ത ചോദ്യം തന്നെ വന്നു. പരീക്ഷ ഭയങ്കര എളുപ്പമായിരുന്നു. വിചാരിച്ച പോലെ അധികം ടഫൊന്നും നടന്നില്ല, ഭയങ്കര എളുപ്പമായിരുന്നു. പിന്നെ ബുക്കൊക്കെ മാറിയാറ് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പം അത് കുഴപ്പമൊന്നുമില്ല. പേപ്പർ മോഡൽ എക്സാം ടഫ് ആണെങ്കിലും മെയിൻ എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു. നല്ല എഴുതാനൊക്കെ പറ്റി. ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് ഇടയ്ക്ക് കുറേ ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇരുന്ന് പഠിക്കണം. അപ്പോൾ അത് എളുപ്പമായിരിക്കും വിചാരിക്കണം. ഫുൾ A+. അത് കഴിഞ്ഞിട്ട് +1 സയൻസ്. നല്ല എളുപ്പമായിരുന്നു. ഞങ്ങൾ വിചാരിച്ച മോഡൽ എളുപ്പമായിട്ട് ഇനി SSLC ടഫ് ആക്കുമെന്നാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ല എളുപ്പമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി, എഴുതാൻ പറ്റി. ഇനി അടുത്ത പരീക്ഷ എങ്ങനെയാന്ന് പറഞ്ഞാൽ മാത്സിനൊക്കെ ഭയങ്കര സമയം കുറവാണ്. ടൈം ടേബിൾ ഇട്ടേന് ഒരു ചെറിയൊരു പരിഭവം ഉണ്ട്, അത്ര തന്നെ. ഇതും സിമ്പിളായിരുന്നു, നല്ല സിമ്പിളായിരുന്നു. പിന്നെ എല്ലാം എഴുതി, പിന്നെ നല്ല മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മോഡൽ നല്ല എളുപ്പമായിരുന്നു എക്സാം. അപ്പം പേടിയുണ്ടായിരുന്നു, അവൾ പറഞ്ഞ പോലെ SSLC ടഫ് ആവുമെന്നു. പക്ഷെ അത്ര ടഫായിരുന്നില്ല. പിന്നെ ടൈം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ എക്സാമിനും ഇതുപോലെ ടൈം മാനേജ്മെൻറ്റ് നന്നായിട്ട് ചെയ്യാൻ പറ്റി. പുസ്തകങ്ങൾ മാറ്റിയിട്ട് ആദ്യത്തെ എക്സാം ആയിരുന്നു. അതിനാൽ തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല പരിഗണന കിട്ടി. നന്നായി എക്സാം എഴുതി, കുഴപ്പമില്ലായിരുന്നു. പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എക്സാം. ഫസ്റ്റത്തെ എക്സാം കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല, നന്നായി എഴുതി. നല്ല എക്സാം ആയിരുന്നു. കഴിഞ്ഞതിനെക്കാട്ടും ഇപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് എല്ലാ കുട്ടികളും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മാർക്ക് കുറഞ്ഞവർക്കൊക്കെ ഇപ്പോഴും നല്ല ഇമ്പ്രൂവ് ആയിട്ട് ടീച്ചർ സമയം എടുത്തിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ടീച്ചർമാർ വൈകുന്നേരം ആയാലും 6 മണി വരെ ക്ലാസ് എടുത്തിട്ട് എല്ലാവരും ഇമ്പ്രൂവ് ആയിട്ട് ഇപ്പോഴും പരീക്ഷ നല്ല എല്ലാവരും വിജയിക്കട്ടെ, മാത്രം പറയാമല്ലോ. മോഡലിനായിട്ട് എളുപ്പമുണ്ടായിരുന്നു, നല്ല പരീക്ഷയായിരുന്നു. സമയം എളുപ്പമായിരുന്നു. നമ്മൾ മോഡലൊക്കെ എഴുതുമ്പോൾ വിചാരിച്ചു SSLC ഭയങ്കര ടഫായിരിക്കും. പിന്നെ ആദ്യമായിട്ട് എഴുതുന്നതാണ്. ഇൻവിജിലേറ്റേഴ്സ് ഒക്കെ നല്ലതായിരുന്നു. എല്ലാം കൊണ്ട് നല്ല പരീക്ഷയായിരുന്നു. ഇനി വരാൻ പോണത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നല്ല എക്സാം ആയിരുന്നു. മോഡൽ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ ഈ എക്സാം അടിപൊളി എക്സാം ആയിരുന്നു. സമയമൊക്കെ കിട്ടി, ഇൻവിജിലേറ്റേഴ്സ് എല്ലാം പറഞ്ഞു തന്നു. നല്ല എക്സാം ആയിരുന്നു. ഇനിയുള്ളതും അതേപോലെ ആവണമെന്ന്. പൊളിപ്പ് എക്സാം ആയിരുന്നു. ഞാൻ വിചാരിച്ചേക്കാട്ട് സിമ്പിളായിരുന്നു. പരീക്ഷ എളുപ്പമുണ്ടായിരുന്നു. ഈ പരീക്ഷ മാത്രം എളുപ്പമുണ്ടായിരുന്നു. മോഡലില് കെമിസ്ട്രി ഭയങ്കര ടഫായിരുന്നു ഞങ്ങൾക്കൊക്കെ. അതാ പറഞ്ഞ പോലെ നല്ലോണം ഗ്യാപ്പ് ഉണ്ടല്ലോ. അതേപോലെ നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ട് വരിക, നല്ലോണം എഴുതുക. +1 ആദ്യ പരീക്ഷയായ ഇംഗ്ലീഷ് എളുപ്പമായിരുന്നുവെന്നും തുടർന്നുള്ള പരീക്ഷകളും വലക്കില്ലെന്നാണ് പ്രതീക്ഷയെന്നും വിദ്യാർത്ഥികൾ TCVയോട് പറഞ്ഞു. കുഴപ്പമില്ലായിരുന്നു, എഴുതാൻ പറ്റി, പഠിച്ചത് എഴുതാൻ പറ്റി. നല്ല എക്സാം ആയിരുന്നു. കുറെയൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു. എല്ലാവരും അത്യാവശ്യം നല്ലോണം എഴുതിയിട്ടുണ്ട്. നല്ല എളുപ്പമായിരുന്നു. എക്സാം ഈസി ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. എക്സാം കുറച്ച് ടഫ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ക്രിസ്മസ് പരീക്ഷ കുറച്ചും കൂടി എളുപ്പമായിരുന്നു തോന്നുന്നു. എഴുതാൻ സമയത്തുണ്ടായിരുന്നില്ല.